ഹായ് വെൽക്കം ടു വാച്ച് മോൻ. തമിഴ്നാട്ടിലൊക്കെ കണ്ട പോലെ ഇന്ന് ടിസോ PRX പവർമാറ്റിക് 80 എന്ന് പറയുന്ന വാച്ചിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കാർഡ്ബോർഡ് സ്ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബോക്സിലേക്ക് കിടക്കുമ്പോൾ ബോക്സിൽ വന്നിട്ട് നമ്മുടെ ടിസോ PRX വാച്ച് ഒരു കുഷന്മ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ബ്രേസ്ലെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിനായിട്ടുള്ള ലിങ്ക്സ്, പിന്നെ വന്നിട്ട് ഒരു വർക്കിംഗ് മാനുവലും പിന്നെ ഒരു വാറണ്ടി കാർഡുമാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ബോക്സ് മാറ്റി വെച്ച് നേരിട്ട് വാച്ചിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ വാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ടിസോൻ്റെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയാണ് ഒരു പെർട്ടിക്കുലർ മോഡലാണ് അവരുടെ കാറ്റലോഗിലുള്ളത്. ഈ PRX എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ മോഡൽ. ഇത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, ഒരു ക്വാഡ്സ് വേരിയൻറ്റും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വന്നിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു $500 to $600 ആണ് ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ പ്രൈസ്. അന്നേരം ക്വാഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു $300 അറൗണ്ടാണ് ക്വാഡ്സ് വാച്ചിൻ്റെ പെർട്ടിക്കുലർ പ്രൈസ്. ഞാൻ എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഡയൽ സ്റ്റൈൽ കൊണ്ടാണ് ഓട്ടോമാറ്റിക് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വോഫിൾ ഡയലാണ് കമ്പനി ഈ വാച്ചിൽ ഡയലിന് കൊടുത്തതാണ്. അന്നേരം ക്വാഡ്സ് വേരിയൻറ്റിൽ വന്നിട്ട് ഒരു സൺബേസ്റ്റ് എഫക്റ്റുള്ള ഡയലാണ് കൊടുത്തതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 40mm വേർഷനായിട്ടുള്ള വാച്ചാണ്. 35mm കമ്പനി പിന്നീട് ഒരു മോഡൽ ഇറക്കിയിരുന്നു, പവർമാറ്റിക് 35 എന്ന് പറഞ്ഞിട്ട്. അത് ക്വാഡ്സിലും ഇറക്കിയിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് വാച്ചാണ്. ഈ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് വാച്ചിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച് ഡിസൈനർ ജെറാൾ ജെൻറ്റ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ലക്ഷറി ബ്രാൻഡ്സിന് വേണ്ടിയൊക്കെ അന്നത്തെ കാലത്ത് വാച്ച് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അന്നേരം ആ കാലത്ത് ഏറ്റവും ആദ്യം ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത പുള്ളി എന്നുള്ള രീതിക്ക് ജെറാൾ ജെൻറ്റയാണ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ ഒരു ഡിസൈൻ സ്റ്റൈലിൻ്റെ ഒരു ഫാദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാം, ഇതൊരു വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വാച്ചാണ്. ഇതിൽ വന്നിട്ട് ഈ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് ആണ്. ഇതിൻ്റെ പ്ലസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് റിസ്റ്റിൽ കിടക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്. നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ബ്രേസ്ലെറ്റ് ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. ഈ ബ്രേസ്ലെറ്റ് തന്നെ മതി ഇതിൻ്റെ ലൈഫ് ലോങ് ഓടിക്കാൻ. അപ്പോൾ ടിസോ ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് വേർഷനാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിന് പുറമെ ടിസോയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാം, അവർ റബ്ബർ സ്ട്രാപ്പും ഒരു ലെതർ സ്ട്രാപ്പും ഈ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈലിന് സ്യൂട്ടാവുന്ന രീതിയിൽ അവരുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വാച്ചിൻ്റെ ഡയമെൻഷൻസിലേക്ക് വരാം. ഇതൊരു 40mm വാച്ചാണ്. കേസ് ഡയമീറ്റർ വന്നിട്ട് 40mm ആണ്. പിന്നെ ഇതിൻ്റെ ലെഗ് ടു ലെഗ് എന്ന് പറയുന്നത് ഒരു 46-45 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റൈൽ ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലിങ്ക് ഫ്ലെക്സിബിൾ അല്ല, സെക്കൻഡ് ലിങ്ക് മുതലാണ് ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലിങ്കും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു 51-52mm ആണ് ഇതിൻ്റെ ഒരു ലെഗ് ടു ലെഗ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ലോണം കാണാം ഇതിൻ്റെ ഒരു ഡയൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോഫിൾ സ്റ്റൈൽ പാറ്റേൺ ആണ്. ടിസോ എന്ന് പറയുന്ന ബ്രാൻഡിങ് ഉണ്ട്. PRX എന്ന് പറയുന്ന ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു പവർമാറ്റിക് 80 അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂവ്മെൻറ്റ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു ക്രോം പ്ലേറ്റഡ് ഒരു ഡേറ്റ് വിൻഡോയും കാണാം ഇവിടെ. പിന്നെ ഹാൻഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ടിസോ സ്വാട്ട് സ്റ്റൈൽ ഹാൻഡ്സ് ആണ്. അത്യാവശ്യം ലൂമൊക്കെ ഉണ്ട്, എന്നാലും അത്ര സ്ട്രോങ് ലൂമൊന്നല്ല. അപ്പോൾ ആഫ്റ്റർ ഡാർക്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ലെജിബിലിറ്റി ഇല്ല. പക്ഷേ അതർവൈസ് പ്രോപ്പർ ഡേ ലൈറ്റ്, ഡേ ടൈമിൽ ഇതൊരു നല്ലൊരു ലെജിബിൾ വാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത് ഒരു പുഷ് ഡൗൺ ക്രൗൺ ആണ്. ബോത്ത് ഹാൻഡ് വൈൻഡിങ് ആൻഡ് ഹാക്കിംഗ് രണ്ടും ഉണ്ട്. പിന്നെ പിറകിലോട്ട് വരാണെങ്കിൽ ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സഫയർ ക്രിസ്റ്റലാണ്. വളരെ നല്ലൊരു ഫ്ലാറ്റ് സഫയർ ക്രിസ്റ്റലാണ്, ഡോംഡ് ഒന്നല്ല. പിന്നെ ബാക്കിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും, പവർമാറ്റിക് 80 എന്നുള്ള മൂവ്മെൻറ്റ്. പിന്നെ അവിടെയും ഇതിനൊരു പെർട്ടിക്കുലർ സഫയർ ക്ലിയർ കേസ് ബാക്കാണ് കമ്പനി കൊടുത്തതാണ്. കേസ് ബാക്കും പുഷ് ഡൗൺ ആണ്, ക്രൗണും പുഷ് ഡൗൺ ആണ്. എന്നാലും ഇതിനൊരു 10 ബാർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ PRX എന്ന് പറയുന്നത് തന്നെ കമ്പനി പറയണത് P ഇൻഡിക്കേറ്റ്സ് പ്രിസിഷൻ, R ഇൻഡിക്കേറ്റ്സ് റോബസ്റ്റ്നെസ്, പിന്നെ X എന്ന് പറയുന്നത് റോമൻ ന്യൂമറൽ 10 ആണ്. അത് ഇൻഡിക്കേറ്റ്സ് 10 ബാർ ഓഫ് വാട്ടർ റെസിസ്റ്റൻസ്. അങ്ങനെയാണ് ഈ PRX എന്ന് പറയുന്ന ഒരു പേര് ഈ പെർട്ടിക്കുലർ വാച്ചിന് വന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി ക്വിക്ക്ലി ഇതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പവർമാറ്റിക് 80 ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ പവർമാറ്റിക് 80 എന്ന് പറയുന്നത് ETA 2824 എന്ന് പറയുന്ന
ഒരു ETA മൂവ്മെൻറ്റിനെ ട്വീക്ക് ചെയ്തിട്ട് അവർ നോർമൽ ETA 2824 ഒരു 40 to 42 hours പവർ റിസർവ്. അത് വന്നിട്ട് ഒരു 4 heads മൂവ്മെൻ്റ് ആയിരുന്നു. അതിനെ അവർ ട്യൂൺ ചെയ്ത് ഒരു 3 heads മൂവ്മെൻ്റ് ആക്കി. 3 heads മൂവ്മെൻ്റ് ആക്കുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡിൻ്റെ സ്വീപ്പ് ഇത്തിരി കൂടി ഒരു ജിറ്റേർഡ് ആയിരിക്കും. 4 headsൽ അത് ഇച്ചിരി കൂടി ഒരു സ്മൂത്ത് ആയിരിക്കും. ഇതിലൊരു ഇച്ചിരി ഒരു ജിറ്റർനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 3 heads ആക്കിയ ഒരു മൂവ്മെൻ്റാണ് പവർമാറ്റിക് 80. പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ പവർ റിസർവ് 40-42 hours ഡയറക്റ്റ് 80 hours അപ്പോൾ അതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒത്തിരി ഇൻ്റർനെറ്റിലൊരു ഈ ഇടയായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ് ടിസോ PRXൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് പാർട്സ് ഉപയോഗിക്കാനുണ്ടെന്ന്. അത് നിങ്ങൾക്ക് ഈ മൂവ്മെൻറ്റ് നോക്കിയാൽ കാണാം. നോർമൽ ETA 2824 ഒരു 25 joules മൂവ്മെൻ്റാണ്. അന്നേരം ഈ പവർമാറ്റിക് 80 മൂവ്മെൻറ്റ് ഈ PRXലുള്ളത് ഒരു 23 joules മൂവ്മെൻ്റാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ടേംസിൽ 2 മൂവിങ് കോമ്പണൻസ് കമ്പനി ഈ പർട്ടിക്കുലർ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് അഥവാ സിലിക്കോൺ അല്ലെങ്കിൽ റെസിൻ വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്തതാണ്. അത് 2 ഒരു ക്രിട്ടിക്കൽ കോമ്പണൻറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പാലറ്റ് ഫോർക്കും നമ്മുടെ എസ്കേപ്മെൻറ്റ് വീലും, ഈ 2 കോമ്പണൻറ്റ് ഈ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ സിലിക്കോൺ ബേസ്ഡ് ആണ്. അപ്പോൾ ഒത്തിരി അധികം ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നും, അപ്പോൾ ഈ മൂവ്മെൻറ്റ് എത്രത്തോളം റിലയബിൾ ആണ്, ഇത് കൊല്ലങ്ങൾ ഓടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. കമ്പനി പറയണത് ഈ മെറ്റൽ പാർട്സ് പോലെ തന്നെ റിലയബിൾ ആണ് ഈ സിലിക്കൺ പാർട്സ്. പിന്നെ എന്തുകൊണ്ട് സിലിക്കൺ പാർട്സ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പാർട്സിന് ടൈം ടു ടൈം ലൂബ്രിക്കേഷൻസ് ഒക്കെ നല്ലോണം കൊടുക്കണം. അന്നേരം സിലിക്കൺ പാർട്സിന് അത്ര ഒരു ലൂബ്രിക്കേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത് വിത്തൗട്ട് ലൂബ്രിക്കേഷൻ നല്ലോണം ഫങ്ഷൻ ചെയ്യും. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. എന്നിരുന്നാലും ഇപ്പോൾ ടിസോ എന്ന് പറയുന്ന ഒരു കമ്പനി ചെയ്യണ ഒരു മാസ് പ്രൊഡക്ഷൻ അഥവാ മാസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റിന് ഉണ്ടായി, പാലറ്റ് ഫോർക്ക് എങ്ങാനും ബ്രേക്കായി ഈ മൂവ്മെൻറ്റൊക്കെ സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ വാച്ച് ബൈ ഹാൻഡ് ഒന്നും റിപ്പയർ ചെയ്യില്ല. അവർ ജസ്റ്റ് ഈ വാച്ച് ഓപ്പൺ ചെയ്ത് കേസ് ബാക്ക് ഓപ്പൺ ചെയ്ത് പുതിയൊരു മൂവ്മെൻറ്റ് ഇട്ട് തന്ന് ആണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. അതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ഡിസ്കഷൻ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഫോർ എ പ്രൈസ് റേഞ്ച് ബിറ്റ്വീൻ $500 to $600 ഇൻ്റഗ്രേറ്റഡ് സ്റ്റൈല്, അത് ലുക്സ് വെരി എന്താ പറയുക, റിസ്റ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കണം. മേ ബി ഒരു ഹൈ എൻഡ് വാച്ച് AP റോയൽ ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ പത്തേക് ഫിലിപ്പിൻ്റെ നോട്ടിലെസ് അതേപോലെയൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ലക്ഷറി ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്ത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വാച്ചിൽ, സ്വിസ് മെയ്ഡായിട്ടുള്ള വാച്ചിൽ ഇപ്പോൾ അക്വയർ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ നിങ്ങൾക്ക് സ്വിസ് മെയ്ഡിനോട് അത്ര ഒരു താല്പര്യം ഇല്ലെങ്കിൽ മൈ സ്ട്രോങ് സജഷൻ സിറ്റിസൺ എന്ന് പറയുന്ന ജാപ്പനീസ് വാച്ച് ബ്രാൻഡ് സിറ്റിസൺ സുയോസ എന്ന് പറയുന്ന ഒരു വാച്ച് ഇറക്കുന്നുണ്ട്. സെയിം ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ സ്റ്റൈലാണ്. അതിൽ വന്നിട്ട് ഒരു 21 jewelsൻ്റെ ഒരു മൂവ്മെൻ്റാണ്. ഇതിൻ്റെ ഹാഫ് പ്രൈസിന് ആ പെർട്ടിക്കുലർ വാച്ച് കിട്ടും. അപ്പോൾ ഡു ചെക്ക് ഔട്ട് സിറ്റിസൺ സുയോസ. ഇനി നമുക്ക് ഈ വാച്ചിൻ്റെ ഒരു റിസ്റ്റ് അപ്പിയറൻസിലേക്ക് വരാം. അപ്പോൾ ഇതിനൊരു ഞാൻ റിസ്റ്റ് അപ്പിയറൻസിന് മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിൻ്റെ ബ്രേസ്ലെറ്റ് സോളിഡ് ലിങ്ക്സ് ആണ്. വന്നിട്ടൊരു ബട്ടർഫ്ലൈ ക്ലാസ്പാണ് കമ്പനി ഇതിലേക്ക് കൊടുത്താണ്, ഒരു പുഷ് ഡൗൺ ബട്ടർഫ്ലൈ ക്ലാസ്പ്. അവിടെ വന്നിട്ട് ടിസോയും പിന്നെ അതിൻ്റെ ഒരു ഫൗണ്ടിങ് ഇയറും ഇതിൽ പ്രോപ്പറായിട്ട് എച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ബ്രേസ്ലെറ്റിനെ കുറിച്ച്. ഇനി നമുക്ക് റിസ്റ്റ് ഷോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനതിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ നേരത്തെ ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ചായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഹാൻഡിൽ വളരെ ഫ്ലഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വാച്ചാണ് ഇത്. നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ കാണാം. പിന്നെ ഇതിൻ്റെ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ട് ഇത് ലൈറ്റ്സൊക്കെ ഇപ്പോൾ ഈ സറൗണ്ടിങ് ലൈറ്റ്സൊക്കെ നല്ലോണം റിഫ്ലക്റ്റ് ചെയ്ത് വിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ഷിമറിങ് എഫക്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പെർട്ടിക്കുലർ ഡയൽ കളർ എന്ന് പറയുന്നത് ഒരു ഐസ് ബ്ലൂ ഡയൽ കളറാണ്. അത് പുറത്ത് സൺലൈറ്റിലൊക്കെ വളരെ നല്ലൊരു കളറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് റീൽ വീഡിയോ ഇടാം, ഔട്ട്ഡോർ റിസ്ട്രോളിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ടിസോ PRX എന്ന് പറയുന്ന വാച്ചിൻ്റെ റിവ്യൂവിലുള്ളത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരയ്ക്കും നമുക്ക് കാണാം. ഇനിയൊരു വാച്ച് അസംബ്ലി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AliExpress നിന്ന് കോമ്പണൻസ് ഒക്കെ സോഴ്സ് ചെയ്ത് സെൽഫായിട്ടൊരു വാച്ച് അസംബ്ലി ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.